രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നഗരത്തിലെ ഏറ്റവും ഹൈടെക് FM സ്റ്റേഷനാണ് ഫീൽ ഫ്രീ FM 98.6. അവിടെയാണ് രോഹൻ എന്ന സ്റ്റാർ RJ ജോലി ചെയ്യുന്നത്. അവന്റെ പ്രത്യേക പരിപാടി രാത്രി 10 മണിക്ക് തുടങ്ങുന്ന ലവ് വൈബ്സ് എന്ന ലൈവ് ചാറ്റ് ഷോയാണ്. മെഗാബൈറ്റ് വേഗത്തിലും സോഷ്യൽ മീഡിയയിലൂടെ ആളുകളുമായി സംവദിക്കുന്ന ഊർജ്ജസ്വലനായ ഒരു യുവാവാണ് രോഹൻ. ഈ FM സ്റ്റേഷനിലെ വെബ്സൈറ്റിന്റെ മാനേജറാണ് നിമിഷ. സ്റ്റുഡിയോയിൽ പ്രശാന്തിന്റെ പരിപാടികൾ ലൈവായി സ്ട്രീം ചെയ്യാനും സോഷ്യൽ മീഡിയ കമന്റുകൾ മോഡറേറ്റ് ചെയ്യാനുള്ള ചുമതല നിമിഷക്കാണ്. രോഹന്റെ ഷോയുടെ ഹൈലൈറ്റുകൾ മുറിച്ചെടുത്ത് റീലുകളാക്കുന്നതും അവളാണ്. അവരുടെ സംവേദനം കൂടുതലും ഡിജിറ്റലായിരുന്നു. രോഹൻ സംസാരിക്കുന്നത് മൈക്കിനപ്പുറം നിമിഷയുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ. ഒരു ദിവസം ലവ് വൈബ്സിൽ രോഹൻ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു. ഹായ് ലിസണേഴ്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് എപ്പോഴാണ്? ട്വീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കുക. പെട്ടെന്ന് തന്നെ കമന്റുകൾ കുമിഞ്ഞുകൂടി. നിമിഷം ഓരോന്നും സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു. തിരക്കിനിടയിൽ അവൾ രോഹന്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ചാറ്റ് മെസ്സേജ് അയച്ചു. ഒരു കേൾവിക്കാരിയുടെ പേരിലല്ലാതെ. ഒറ്റപ്പെടൽ എന്ന ഒരു സമയമല്ല, അതൊരു ഫീലിംഗ് ആണ്. എല്ലാവരും കൂടെയുണ്ടെന്ന് തോന്നുമ്പോഴും നമ്മുടെ ചിന്തകൾക്കൊരു ട്രാക്ക് മാറ്റം സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്നത്. പ്രശാന്ത് കമന്റുകൾ വായിക്കുന്നിടയിൽ ഈ മെസ്സേജ് കണ്ടു. പേരും പ്രൊഫൈലും ഇല്ലാത്ത എന്നാൽ കൃത്യമായ ആഴമുള്ള ഒരു നിരീക്ഷണം. അവൻ പെട്ടെന്ന് സ്ക്രീനിലേക്ക് നോക്കി. നിമിഷ അവന് നോക്കിയൊരു തണുത്ത ചിരിയിരിച്ചു. അടുത്ത നിമിഷം രോഹൻ മൈക്കിലൂടെ പ്രതികരിച്ചു. ഹായ് ലിസണേഴ്സ്, ഇവിടെ ഒരു കിടിലൻ കമന്റ് വന്നിരിക്കുകയാണ് അജ്ഞാതയായിട്ടുള്ള ഒരു സുഹൃത്തിൽ നിന്ന്. ഒറ്റപ്പെടൽ ഒരു സമയമല്ല, ഫീലിംഗ് ആണ്. 100% ശരിയാണ്. എൻ്റെ പരിപാടിയുള്ള ലൈവ് മോണിറ്റർ ചെയ്യുന്ന സുഹൃത്തെ, നിങ്ങളുടെ വാക്കുകൾ ഞാനിന്ന് എൻ്റെ ടാഗ് ലൈനായിട്ട് എടുത്തിരിക്കുന്നു. ഇതോടെ അവരുടെ ഡിജിറ്റൽ സംഭാഷണം ഒരു പതിവായി മാറി. ലവ് വൈബ്സ് നടക്കുമ്പോൾ രോഹൻ ട്രാക്ക് മാറ്റുമ്പോഴോ പാട്ട് സെലക്ട് ചെയ്യുമ്പോഴോ നിമിഷ സ്ക്രീനിലൂടെ ചെറിയ കുറിപ്പുകൾ അയക്കും. ഈ പാട്ട് വേണ്ട, ഇന്നത്തെ മൂടതല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്ന പഴയ പവറില്ല, കോഫി വേണോ? ഈ കുറിപ്പുകളിലൂടെ രോഹൻ നിമിഷയെ അടുത്തെറിഞ്ഞു. രോഹന്റെ ശബ്ദത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും നിമിഷ തിരിച്ചറിഞ്ഞു. അതുപോലെ നിമിഷ ടൈപ്പ് ചെയ്യുന്ന വാക്കുകളുടെ വേഗവും അതിലെ വാത്സല്യവും രോഹനെ ആകർഷിച്ചു. നേരിട്ട് കാണുന്നതിനേക്കാൾ ഈ ഡിജിറ്റൽ സംഭാഷണത്തിലൂടെ അവർ തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു കണക്ഷൻ രൂപപ്പെട്ടു. ഒരു ദിവസം രോഹൻ നിമിഷക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. നമ്മളിപ്പോഴും ഈ ലൈവ് ഷോയുടെ തിരശ്ശീലക്ക് പിന്നിലായിരുന്നല്ലോ സംസാരിക്കുന്നത്. ഒരിക്കലെങ്കിലും ഒരുമിച്ച് പുറത്തുപോയി ഒരു സൺസെറ്റ് കാണാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് റീൽ ഒരുമിച്ച് ചെയ്യാൻ? നിമിഷയുടെ മറുപടി ഉടനെ എത്തി. സൺസെറ്റ് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം. അടുത്ത ഷോയിൽ നമ്മൾ സംസാരിച്ച ഒറ്റപ്പെടലിന്റെ ഫീലിംഗ് മാറാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പം ഞാൻ വരാം. അടുത്ത ദിവസം രാത്രി ഷോ തുടങ്ങുമ്പോൾ രോഹൻ പതിവില്ലാത്ത ഗൗരവത്തോടെ തുടങ്ങി. ആലിസനൈസ്, ഇന്നത്തെ ലവ് വൈബ്സ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എപ്പോഴും എൻ്റെ സ്ക്രീനിൻ്റെ അങ്ങേയറ്റത്തിരുന്ന് എൻ്റെ ഓരോ വൈബ്സിനും താളം നൽകുന്ന ഒരാൾക്ക്, എന്നെ എൻ്റെ ശബ്ദത്തിനും അപ്പുറം അറിയുന്ന ഒരാൾക്ക് വേണ്ടി. അവൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി. നിമിഷം അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ ആവശ്യപ്പെട്ട ആ ഗാനം, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് മാറ്റി എനിക്ക് പ്രതീക്ഷ നൽകിയ ഗാനം ഇതാണ്. രോഹൻ പറഞ്ഞു. അവൻ പ്ലേ ചെയ്തു. അവൻ പ്ലേ ചെയ്ത ഗാനം ഒരു പഴയ മെലഡി ആയിരുന്നു. പുതിയൊരു ഫ്യൂഷൻ റീമിക്സിൽ പ്രിയ സഖി ഗംഗെ പറയൂ. ഗാനം പ്ലേ ചെയ്യുമ്പോൾ നിമിഷ പതിയെ എഴുന്നേറ്റ് സ്റ്റുഡിയോയുടെ വാതിൽക്കിലെത്തി. അവൾ രോഹനൊരു തംസപ്പ് കാണിച്ചു. നിമിഷ? രോഹൻ മൈക്കിനോട് മന്ത്രിക്കുന്നതിന് പകരം അവൾ നോക്കി പതിയെ വിളിച്ചു. ഇനി ഈ റീൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ആ സൺസെറ്റ് കണ്ടുകൊണ്ട്. നിമിഷയുടെ കണ്ണുകൾ തിളങ്ങി. ആ പഴയ മെലഡി പുതിയ റീമിക്സിൽ അവരുടെ ലോകത്തിന് പശ്ചാത്തല സംഗീതം നൽകിക്കൊണ്ടിരുന്നു. അവൾ സ്റ്റുഡിയോയിലേക്ക് നടന്നു. രോഹന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. റെഡ് ലൈറ്റ് അപ്പോഴും കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ശ്രോതാക്കൾ ആ ഗാനത്തിൽ ലയിച്ചിരുന്നു. ഗാനം അവസാനിച്ചപ്പോൾ രോഹൻ മൈക്ക് ഓൺ ചെയ്തു. അവന്റെ ശബ്ദത്തിന് അന്ന് രാത്രി പുതിയൊരു ഊർജ്ജം നിറഞ്ഞു. ഡിയർ ലിസണേഴ്സ്, ഈ ഡിസംബറിൻ്റെ തണുത്തുറഞ്ഞ രാത്രിയിൽ പുറത്ത് മഴ പെയ്യുന്ന പോലെയാണ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ലവ് വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. രോഹൻ പറഞ്ഞു. ഇന്നത്തെ ഈ രാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച രാവാണ്. തിരശ്ശീലക്ക് പിന്നിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കണക്ഷൻ എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. നിമിഷ, ഈ റേഡിയോ സ്റ്റേഷൻ, ഈ ഫ്രീക്വൻസി ഇനി അങ്ങോട്ട് എനിക്കും നിങ്ങൾക്കും പ്രണയത്തിൻ്റെ ഒരു പുതിയ ഫ്രീക്വൻസി ആയിരിക്കും. അവൻ മൈക്ക് പതിയെ ഓഫ് ചെയ്തു. സ്റ്റുഡിയോയുടെ നിശബ്ദത്തിൽ പുറത്ത് തിരക്കിട്ട നഗരത്തിന്റെ ശബ്ദം മാത്രം കേട്ടു. നമുക്കിന്ന് ഒരുമിച്ച് ലൈവ് സ്ട്രീം കൂടി ചെയ്താൽ എങ്ങനെയുണ്ടാവും? നിമിഷ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സൺസെറ്റ് ലൈവ് സ്ട്രീം, രോഹൻ മറുപടി നൽകി. അവന്റെ കണ്ണുകളിൽ പ്രണയത്തിന്റെ തീവ്രതയുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിമിഷയോടൊപ്പം ഈ സ്റ്റേഷനിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം. ഒരു സാധാരണ കോഫി ഡേറ്റ്, പക്ഷേ ഒരു അസാധാരണ വ്യക്തിയോടൊപ്പം. നിമിഷയുടെ സമ്മതത്തിനായി കാത്തു നിൽക്കാതെ രോഹൻ അവളുടെ കൈകളിൽ തന്റെ കൈകൾ ചേർത്തു. ആ പഴയ റേഡിയോ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ചുമരുകൾക്ക് പോലും സാക്ഷ്യം വഹിക്കാൻ കഴിയാത്തത്ര പുതിയൊരു സ്നേഹബന്ധമായിരുന്നു അത്. അവർ ഒരുമിച്ച് സ്റ്റുഡിയോയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പുറത്ത് നഗരത്തിന്റെ നിയോൺ വെളിച്ചങ്ങൾ മിന്നിമറഞ്ഞു.
ഡിജിറ്റൽ ലോകത്തെ ബന്ധങ്ങൾ ഹൃദയബന്ധങ്ങളായി മാറുന്ന പുതിയ കാലത്തിന്റെ പ്രണയമായിരുന്നത്. FM 98.6 നിന്ന് ഒഴുകിയെത്തിയ പ്രണയത്തിന്റെയും തരംഗങ്ങൾ രോഹന്റെയും നിമിഷയുടെയും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ഇവിടെ തുടങ്ങുന്നു. ഇന്നത്തെ ടെക്നോളജിയുടെ വേഗത്തിൽ ഡിജിറ്റൽ സ്ക്രീനുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന രണ്ട് ഹൃദയങ്ങൾ FM തരംഗങ്ങൾ സാക്ഷിയായി അവരൊന്നായി.